Hi, hello friends, welcome back to our YouTube channel Travelover from Kerala. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു വലിയ വ്ലോഗൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒരു ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്ര വലിയ സ്പെഷ്യലായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പറയും ഞാനിവിടെ കിടന്ന് ഉറങ്ങുന്നു, പണിയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ കുറേ കംപ്ലയിൻറ്റ്സ് ചേട്ടായി എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവരറിയണമല്ലോ ഞാനിവിടെ ചുമ്മാതിരിക്കുമല്ല, അത്യാവശ്യം പണികളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിലൂടെ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, ഇന്ന് നമ്മൾ പള്ളിയിൽ പോകണം ഉച്ചയ്ക്ക് ശേഷം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് മുമ്പ് എല്ലാ പണികളും തീർക്കണം. അങ്ങനെയുള്ളൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ഇപ്പം ചേട്ടായി സ്കൂളിൽ പോയിട്ടാണ് ഉള്ളത്. ഇനിയിപ്പം കുറേ പണികൾ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ മനസ്സിലാകും. അടുക്കളയൊന്നും ക്ലീൻ ആക്കിയിട്ടേ ഇല്ല, നല്ല പണി കിടപ്പുണ്ട്. ഇതാ ഇവിടെ അടുക്കളയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഭക്ഷണം കഴിച്ച പാത്രമെല്ലാം അതേപോലെ കിടപ്പുണ്ട്. പുട്ടായിരുന്നു ഇന്നെ, പുട്ടും പിന്നെ ഉണ്ടാക്കിയേക്കുന്നത് കടലക്കറിയാണ്. കടലക്കറിയുണ്ട്, പുട്ടുണ്ട് ഇരിപ്പ്. പിന്നെ വാഷ് ബേസിൻ്റെ അങ്ങോട്ടേക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബോധം കെട്ട് വീഴും, കാരണം ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടാണ് ഉള്ളത്. പിന്നെ ഇവിടെ മഴയായിരുന്നു, പക്ഷേ ഇപ്പോൾ രാവിലെ നോക്കുമ്പോൾ നല്ല ക്ലിയർ സ്കൈ ആണ് കാണുന്നത്. വലിയ ക്ലിയർ എന്ന് പറയത്തില്ലല്ലേ, മഴക്കാരെല്ലാം ഉണ്ട്. പിന്നെ ഇതവിടെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അലക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ അവിടെ അങ്ങ് ദൂരെ ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നേ, വലിയൊരു ഫ്ലാഗായിരുന്നു. മഴ പെയ്തപ്പോൾ അത് ഒട്ടിപ്പോയി, ഇപ്പോൾ ഒരു വെറും തോട്ടി പോലെ മാത്രം കാണുന്നു. പിന്നെ ഇവിടെ ഈ കാണുന്നതൊക്കെ ഇല്ലേ, ഇത് പയർ, അതുപോലെ ചോളം, അതൊക്കെ കൃഷി ചെയ്തതാണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഇനി ഉള്ളിലേക്ക് വന്നാൽ അതവിടെ പാലുകാരൻ വന്നിട്ടുണ്ട്, നമുക്ക് പാലെടുത്തിട്ട് വരാവേ. ഇന്ന് രാവിലെ ഈ സമയത്ത് പാലുകാരൻ വരിക. അപ്പോൾ നമ്മൾ പാലെടുത്തിട്ട് ഇനി അതെടുത്ത് ഇവിടെ വെച്ചിട്ട് പോകും. നമ്മളതെടുത്ത് ജസ്റ്റ് ഒന്ന് അകത്ത് വെക്കുക, കാഴ്ച വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല, പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി പണികളിലേക്കെല്ലാം കിടക്കുന്നുള്ളൂ. പിന്നെ ഡ്രസ്സ് പകുതി അയൺ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അയൺ ചെയ്യാനിട്ട് നിങ്ങൾ കണ്ടല്ലോ, ഇനി ബാക്കി കിടക്കുക അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അലക്കാൻ വേണ്ടിയിട്ടുണ്ട്, അയൺ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതാ ഇവിടെ കിടപ്പുണ്ട്, ഇതാ ഇത്രയും ഡ്രസ്സും കൂടി ഇനി അലക്കാൻ കിടക്കുന്നതാണ്. നല്ല ഡ്രസ്സെല്ലാം പിന്നെ അലക്കാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ട് ഉള്ളത്. അപ്പോൾ ഇനി ചായ കുടിക്കാൻ പോവാം, കാരണം നല്ലോണം വിശക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 9:30 ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഞാൻ പാത്രമെല്ലാം കഴുകി വെച്ച് നല്ല ക്ലീനാക്കി. ഇതാ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുത്ത് വെച്ചു. പിന്നെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇതുണ്ട് 2 വഴുതനങ്ങ. ഈ 2 വഴുതനങ്ങ ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ കറിയാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ചേട്ടാ വൈകുന്നേരം വരുവുള്ളൂ, നമ്മൾ പള്ളിയിലെല്ലാം പോയിട്ട് വന്നിട്ടല്ലേ വല്ലേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് അപ്പോഴേക്കും മതിയല്ലോ. അപ്പോൾ ഈ ചെറിയ ഒരു നേരത്തേക്ക് ആ 2 ചെറിയ വഴുതനങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളൂ. പിന്നെ നല്ല ചൂരമീൻ പറ്റിച്ചതുണ്ട്, ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി വേണ്ടു. പിന്നെ പപ്പടം വേണമെങ്കിൽ ഇവിടുത്തെ പപ്പടമുണ്ട്. നാട്ടിൽ നിന്നുള്ള പപ്പടം കേരള മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയായിരുന്നു, പക്ഷെ അത് തീർന്നു ഓണം കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ഇനിയുള്ളത് ഇവിടുത്തെ പപ്പടമാണ്, അതുണ്ട്. അപ്പോൾ അതും കൂടി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാവിഷായിട്ട് ഇന്നത്തേക്കുള്ള കാര്യങ്ങളെല്ലാം അത് മതി. പിന്നെ പാല് കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സാധനമൊന്നും വേണ്ടി വന്നില്ല, കാരണം കഴിഞ്ഞ മാസം നമ്മൾ വാങ്ങിയ സാധനം പലതും മിച്ചം ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അരിയോ ഗോതമ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചില്ലായിരുന്നു. ഇത് കണ്ടില്ലേ, എല്ലാം അതേപോലെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വന്ന പോലെ തന്നെ എല്ലാം എടുത്ത് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സാധനം എല്ലാം ഒന്ന് എടുത്തു വെക്കണം, നിങ്ങളെ കാണിച്ചു തരാം. ഇന്നലെ വാങ്ങിയ സാധനം എന്ന് പറഞ്ഞാൽ ഫിനോയിൽ വാങ്ങിച്ചു, പിന്നെ സർഫ് എക്സലിൻ്റെ മെഷീനിലിടുന്ന ലോഷന്, അതുപോലെ ഇതെന്താ സൺഫ്ലവർ ഓയില്, ഇത് കടല വാങ്ങിയതാണ്, പട്ടാണിക്കടലയില്ലേ അത്. പിന്നെ ഇവിടെ പൊറോട്ട പ്രാന്താണ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത്, അവിടെ 1 കിലോ മൈദയും കൂടെ വാങ്ങിച്ചു. കുരുമുളക്, ഉപ്പ്, പിന്നെ ഡ്രസ്സ് ഇടാൻ വേണ്ടി ക്ലിപ്പ് വേണേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊക്കത്തിലായതുകൊണ്ടുണ്ടല്ലോ, ചെറിയ കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എൻ്റെ ക്ലിപ്പെല്ലാം വെയിൽ കൊണ്ട് പൊട്ടിപ്പോകാൻ തുടങ്ങിയേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ക്ലിപ്പ് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പ് വാങ്ങിച്ചതാണ്. ചായപ്പൊടി, പിന്നെ ഏലയ്ക്ക,
ഇതെന്തുവാ സാധനം? ഇത് പിന്നെ ചേട്ടയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു, എൻ്റെ ഇഷ്ടത്തിന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് ഗോതമ്പ് ഞുറുക്കാണ്. ഈ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു വെറൈറ്റി 4 മണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഈ മറ്റേ ഞുറുക്കുപ്പുമാവില്ലേ, ഞുറുക്ക് ഗോതമ്പ്, ഉപ്പുമാവല്ല ഞുറുക്ക് ഗോതമ്പ്. പിന്നെ വാങ്ങിയത് മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇന്നലെ നമ്മൾ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ സാധനങ്ങളൊന്നും ആവശ്യം വന്നിട്ടില്ല. ഇതൊക്കെ ബേസിക്കേ മേടിച്ചുള്ളൂ. പക്ഷെ മേടിച്ചെല്ലാം കഴിഞ്ഞ് ബില്ല് കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ ഒരു നോട്ടം നോക്കുന്നത് കണ്ട് 1000 രൂപയായി എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വാങ്ങിക്കുന്നതാണ്, അല്ലാതെ വേറെ ഒരുപാടൊന്നും അങ്ങനെ വാങ്ങിക്കുന്നില്ലല്ലോ. പിന്നെ പച്ചക്കറിയൊക്കെയാണ്. അതിവിടെ ചൊവ്വാഴ്ച മാർക്കറ്റുണ്ട്. ഇനി ഒരു ചൊവ്വാഴ്ച മാർക്കറ്റിൽ ഞാൻ പോകുമ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ചൊവ്വാഴ്ച മാർക്കറ്റിൽ പോയിട്ടാണ് നമ്മൾ പച്ചക്കറിയെല്ലാം വാങ്ങിക്കുന്നത്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാഷിംഗ് മെഷീനിലെ വെള്ളം പോകാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇനി ഡ്രയറിലേക്ക് മാറ്റണം. എന്നിട്ട് അത് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഡ്രയറിലേക്ക് മാറ്റി അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട്. അതിനുശേഷം ഞാൻ ഇനി കറി വെക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. താഴെ സ്കൂൾ ബസ് എല്ലാം പോകുന്നുണ്ട്. അതിൻ്റെയാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. സൗണ്ട് കേൾക്കുന്നില്ലേ? സ്കൂൾ ബസ് പോകുന്നതാണ്. അതിൻ്റെ ഒച്ചയും ബഹളമൊക്കെയാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. നമ്മുടെ ഇതിലെ കൂടിയാണ് അധികം സ്കൂൾ ബസ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഈ ഒരു പാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എല്ലാ മഴക്കാലത്തും ഈ പാലം നിറഞ്ഞു കവിഞ്ഞൊഴുകാറുണ്ട്. ഇതാണ്. പിന്നെ ഇവിടെ ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ ഫുള്ള് വീടുകളാണ് ഇവിടെയെല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫുൾ ഇരുട്ടാലേ, എന്നെ ഒന്നും കാണുന്നില്ലേ? വെളിച്ചത്തിൽ നിന്ന് പെട്ടെന്ന് ഇട്ടത്ത് കയറിയതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡ്രയറിൽ ഇടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുമുണ്ട്. അയൺ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടായി സ്കൂളിൽ കൊണ്ടുപോകുന്ന ഡ്രസ്സുണ്ട്, വൈകുന്നേരം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത പരിപാടി അയൺ ചെയ്യാനുള്ള ഡ്രസ്സ് എടുത്ത് ഇടാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്നാന്ന് തീരുമാനിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. പിന്നെ ഞാനിപ്പം പോയിട്ട് ഡ്രസ്സ് ഡ്രയറിൽ ഇട്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ അലക്കി കഴിഞ്ഞു. തുണിയെല്ലാം എടുത്ത് വിരിച്ചിട്ടുണ്ട്. ഡ്രസ്സെല്ലാം അയൺ ചെയ്തു. ടാപ്പിൽ വെള്ളം വീഴുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലേ നിങ്ങൾ? അത് വേറൊന്നുമല്ല, ഞാനിവിടുന്ന് പ്യൂരിഫയറിൽ നിന്ന് വെള്ളം പിടിക്കുന്നതാണ് കേട്ടോ. കുളിക്കാനുള്ള വെള്ളമല്ല ഞാൻ പ്യൂരിഫയറിൽ നിന്ന് എടുക്കാറ്. ഇല്ലെങ്കിൽ ഭയങ്കര ഹെയർ ലോസ് ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ അത് ഓണാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെയാണ് ഞാൻ ഡ്രസ്സെല്ലാം അയൺ വാഷ് ചെയ്തിട്ട് ഡ്രയർ ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ടിട്ടാണുള്ളത്. എപ്പോൾ മഴ പെയ്യുമെന്ന് അറിയില്ല, നല്ല മഴക്കാറെല്ലാം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ എൻ്റെ വെള്ളം തീർന്നു പോയി. ഞാൻ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓഫ് ചെയ്യണം. അത് ഓഫ് ചെയ്യുന്ന വലിയൊരു ചടങ്ങാണ്. കാരണം നമ്മൾ 3rd ഫ്ലോറിലാണ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് മോട്ടറിൻ്റേത്. അപ്പോൾ അവിടെ പോകണം. അപ്പോൾ ഞാനിപ്പം ഓഫ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. 10 മിനിറ്റായി ഓണാക്കിയിട്ട്. പിന്നെ നമ്മൾ അവിടെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിയുള്ള നല്ല ഡ്രസ്സുകളെല്ലാം ഇവിടെയാണ് ഇടുന്നത്. നല്ല ഡ്രസ്സെല്ലാം ഇവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഉണങ്ങി കിട്ടിക്കോളും, ഇവിടെ ഇടും. പിന്നെ ഇതുണ്ടോ എൻ്റെ ആലോവേരയും പനിക്കൂർക്കയാണ്. ഇവിടെ നമ്മൾ സ്ലിപ്പേഴ്സെല്ലാം ഉപയോഗിച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് അകത്ത് കയറുന്നത്. ഇതിനെല്ലാം വെള്ളം ഒഴിക്കേണ്ട സമയമായി. ആകെ വറ്റി വരണ്ട് നിൽക്കുന്ന കണ്ടോ ഗായ്സ്, നിങ്ങൾ നോക്കൂ. എൻ്റെ പനിക്കൂർക്കയാണ് വളരെ ദയനീയമായ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ചെരുപ്പിടാൻ മറന്നുപോയി, താഴോട്ട് പോകണ്ടേ. അപ്പം നമുക്ക് പോയിട്ട് മോട്ടർ ഓഫാക്കിച്ച് വരാം. ഇവിടെ നിന്ന് ഇങ്ങനെ മറ്റേ പ്രദക്ഷിണം ചെയ്യുന്ന പോലെയാണ്. മോട്ടർ ഓണാക്കാനും ഓഫാക്കാനും പോകാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണത്. മടിയാണ്. പക്ഷേ എന്ത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. താഴെ വരെ നടന്ന് പോയിട്ട് ഓഫ് ചെയ്തിട്ട് കയറി വരണം. ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് ഇവിടെ ഈ 3rd ഫ്ലോർ വരെ, ഗ്രൗണ്ട് ഫ്ലോർ തൊട്ട് കയറി ഇറങ്ങുക എന്ന് പറയുന്നത്. ഗായ്സ്, അപ്പോൾ ഞാൻ കുളിച്ചു, റെഡിയായി വന്നു. വിശക്കുന്നുണ്ട്, ചോറ് കഴിക്കണം. ചോറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻകറി പിന്നെ ചൂടാക്കണം, ഫ്രിഡ്ജിലാണ്. പക്ഷേ എങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഒരാൾ ഒറ്റയ്ക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം ചൂടാക്കുന്നത് കൊണ്ട് ഞാൻ അധികവും വൈകുന്നേരം മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ വഴുതനങ്ങയും പപ്പടവും അച്ചാറും എടുത്തിട്ട് ചോറ് കഴിക്കുവാണ്. നല്ല മഴമൂടലുണ്ട്, എപ്പോൾ വേണേലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഇവിടെ തന്നെ ഇരിക്കുവാണ്. ഡ്രസ്സ് പുറത്ത് കിടപ്പുണ്ട്. ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെയേ ഉള്ളൂ. അപ്പോൾ എന്താണേലും ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ.
ഗൈസ്, ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി പള്ളിയിൽ പോകണം. അതിനിടയ്ക്ക് എൻ്റെ കെട്ടിയവൻ ഇപ്പോൾ വന്ന് കയറിയിട്ട് എനിക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട്. അങ്ങേര് രാവിലെ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോയി, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്ന ഡ്രസ്സിന് വന്നിട്ട് പള്ളിയിൽ പോയിക്കോളൂ, നീ പ്രത്യേകിച്ച് അതിനായിട്ട് ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് വെക്കേണ്ടതെന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അയൺ ചെയ്തപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും അയൺ ചെയ്തില്ല. നോർമലായിട്ട് സ്കൂളിൽ പോകേണ്ട ഫോർമൽ ഡ്രസ്സ് മാത്രം ചെയ്തു. എനിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഡ്രസ്സും കൂടെ അയൺ ചെയ്തു. ഇപ്പം അങ്ങേറ് വന്നിട്ട് പറയാം, എനിക്കിപ്പോൾ കുളിക്കണം, എനിക്കിപ്പോൾ ടീഷർട്ട് വേണം, വേഗം അയൺ ചെയ്യണമെന്ന്. നോക്ക് നിങ്ങളിപ്പോൾ ഇനി അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 5:30 കുർബാന. സമയം ഇപ്പം തന്നെ നോക്ക്, 4:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അയൺ ചെയ്യണം, ചായ കുടിക്കണം, പോകണം. 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ഇങ്ങനെ എപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ പള്ളിയിൽ പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി. സമയം 5:05. മനുഷ്യന്മാരെ ഇട്ടിട്ട് ഇക്ക വരപ്പിച്ചതിന്റെ ഫലമാണ് ഇത്രയും വന്നത് കേട്ടോ. വന്നൊരു പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വരുമ്പോ വേറെ ഒന്ന് പറയും. പിന്നെ ഞാൻ അന്നേരം പറഞ്ഞതായിരുന്നു ഞാൻ തേച്ചിടാന്ന്. അതുകൊണ്ട് അത്ര സമയം പോയി. കുഴപ്പമില്ല. 6 മണിക്ക് കുർബാന, 5:30 കൊന്ത. എന്തായാലും നമ്മൾ 5:45 എത്തും. അതുകൊണ്ട് പ്രശ്നമില്ല, കുഴപ്പമില്ല. നമുക്കിന്ന് മഴ പെയ്യും എന്ന് നിങ്ങളോട് പറഞ്ഞെങ്കിലും മഴ ഇതുവരെയും പെയ്തിട്ടില്ല. അല്ല, ഇതിന്റെ വണ്ടിയല്ല ഇത് തൂളുന്നുണ്ട്. ആ, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. ഒരു കൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ വ്ലോഗെല്ലാം എടുത്തിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്കെല്ലാം സംശയമില്ല ഞാൻ കിടന്ന് ഉറങ്ങുവാണോ, വീട്ടിൽ പണി, ഇവിടെ എന്താ പണിയുള്ളേ, ഈ വീട്ടിലെന്താ പണിയുള്ളേ, ഇതൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്നത്. ഇന്ന് മാത്രം ഇതാണ് അവസ്ഥ. ഇതാണ്, ഇങ്ങനെയാണ് എല്ലാവരുടെയും കൺസെപ്റ്റുകള്. പപ്പയും ചേട്ടായി ഒക്കെ പറയുന്നത്, നിനക്കൊക്കെ എന്താണ് ഇവിടെ പണി, ചുമ്മാതിരിക്കുന്നല്ലേ എന്നാ പണിന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ചുമ്മാതിരിക്കുവാണോ പണി ഉണ്ടോ എന്നുള്ളത്. ചെറുതായിട്ട് മഴയെല്ലാം ചാറുന്നുണ്ട്, വലിയ കാര്യമായിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതാ കാളവണ്ടി. വൈകുന്നേരം ആയില്ലേ, ഇനിയിപ്പോ ആൾക്കാരെല്ലാം വീട്ടിലേക്കെല്ലാം പോവാൻ വേണ്ടിട്ട് കാണാൻ പറ്റും. മഴക്കാറുണ്ട് നല്ല പോലെ തന്നെ. ആണോ, കോമഡി കേട്ടോ. മഴക്കാറും ഉണ്ട് മാരുതിക്കാറും ഉണ്ടെന്ന്. എന്റെ അമ്മ എല്ലാരും ഒന്ന് ചിരിക്കണേ. ലേറ്റസ്റ്റ് കോമഡിയാണേ. ചിരിക്കും. അപ്പൊ നമ്മളിപ്പോ സമയം എത്ര റെഡി? 9 നാളെ 10 മണി 10:15 സമയം. ഇപ്പൊ നമ്മള് പള്ളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പണി തീർന്നിട്ടില്ല. ചേട്ടി ഒന്ന് ആ വാഷ് ബേസിൻ കാണിച്ചു കൊടുക്കുവോ? നല്ല രസമില്ലേ? ഇതാണ് നമ്മള് ഇനി ഇത്ര കിടക്കുന്നു. ചോറ് അടുപ്പത്ത്, പിന്നെ ചിക്കൻ കറി ഉണ്ട് കിട്ടിയിട്ട്. അത് അച്ഛൻ ചിക്കൻ കറി തന്നു വിട്ടതുണ്ട്. അതിനി ചൂടാക്കണം, എന്നിട്ട് കഴിക്കണം. അതായത് ഇനി നമ്മൾ ഇന്ന് കിടക്കുമ്പോ സമയം എത്രയാവും? 12 മണിയാവും. നാളെ നമ്മൾ കിടക്കുള്ളൂ. ചോറും വെച്ച് കറിക്ക് ചൂടാക്കി, പിന്നെ മീൻകറി പിടിച്ചിരിപ്പുണ്ട്. അത് നാളെ എടുത്താ പോലെ ചേട്ടാ, ഇന്ന് തന്നെ വേണോ? ഈ ചേട്ടായിന്റെ ഒരു കാര്യം, അതിന്റെ അടിയിലൊന്നും ഇല്ല, തീർന്ന് എല്ലാ സ്റ്റോക്ക് എല്ലാം തീർന്നു. അപ്പൊ ഇതാട്ടോ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒരു വല്ലാത്ത ഡേ ഇൻ മൈ ലൈഫ് ആയി. വ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചപ്പോ ഇത്രയും കണ്ടന്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിലിപ്പോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പള്ളിയിൽ പോയതൊക്കെ ഇന്നത്തേത് സ്പെഷ്യൽ ഉള്ളതാണ്. ബാക്കിയെല്ലാം നോർമലി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോ ഈ ഒരു എന്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഇതൊക്കെ പലരുടെയും ജീവിതത്തിലെ കാര്യങ്ങൾ തന്നെയാണ്. വീട്ടിലുള്ള എല്ലാവരുടെ പെണ്ണുങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എന്താണോ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എന്റെ കഷ്ടപ്പാടിനെ പറ്റി അതൊന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറന്നേക്കല്ലേ. ആണുങ്ങൾ ഇങ്ങനെ പുച്ഛിക്കും, കാണുന്ന പെണ്ണുങ്ങള് നിങ്ങളുടെ എന്താണോ എന്നോടൊന്ന് പറയാൻ മറന്നേക്കരുതേ. പിന്നെ ഇനി വേറൊരു വീഡിയോയിൽ കാണാവേ. കാണും വരെ ബൈ ബൈ.